തിയേറ്റേഴ്സിന്റെ 33ാമത് നാടകം സവിനയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതിനു മുമ്പ് നാടകത്തെക്കുറിച്ച് രണ്ടേ കാലമാകും. കാലഘട്ടത്തിന്റെ പോക്കുവഴിയിൽ തട്ടി കൂമ്പടഞ്ഞു പോയ ഒരു കുടുംബത്തിന്റെ കഥയിൽ നിന്ന് അടർത്തിയെടുത്ത് ചിരിയിൽ ചാലിച്ച ഏതാനും ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇതാ ഞങ്ങൾ അവതരിപ്പിക്കും. വാൻകൂവറിലെ വയ്യാവ്. അഥവാ വയ്യാവേലി ഫ്രം വാൻകൂവർ. പങ്കെടുക്കുന്നവർ ചാണ്ടി, ജിനോ അടിമാലി, സിൽസി മണർക്കാട്, അവറ ബേബിച്ചൻ മുളന്തുരുത്തി, പാസ്റ്റർ രാജീവ് കോട്ടയം, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖങ്ങൾ സജൻ ചെങ്ങന്നൂർ, ജസ്ലിൻ കുറുപ്പമ്പടി, എൽദോ കോതമംഗലം, ശബ്ദലേഖനം അഥവാ ഒച്ചയും ബഹളവും രാഹുൽ മീനേടം, കഥാ സംഭാഷണം സംവിധാനം സന്തോഷ് ഇടമറുകൾ, കൈക്കാരൻ എൽദോസ് കോതമംഗലം, ഡബ്ബിംഗ് അഥവാ തൊളകിയർ യത്നോർ കുറുപ്പമ്പടി, ജസ്ലിൻ കുറുപ്പമ്പടി, എഡിറ്റിംഗ് അഥവാ വെട്ടും തിരുത്തും ആൻസി സന്തോഷ് മൂവാറ്റുപുഴ, ഒന്നാമത്തെ ബെല്ലടിച്ചതിന് ശേഷം ഉടൻ തന്നെ രണ്ടാമത്തെ ബെല്ലടിക്കുന്നത്. സഹോദരി, നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കാളിദാസ കലാസമിതിയുടെ കാതികൻ ശ്രീ മന്മഥൻ കമ്മിറ്റിക്കാരെ അന്വേഷിച്ച് ഇവിടെ കാത്തു നിൽക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. കലാസ്നേഹികൾ, നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കും. നിങ്ങൾ അനുഭവിച്ചാൽ വാൻകൂവറിലെ വയ്യാവി അഥവാ വയ്യാവേലി ഫ്രം വാൻകൂവർ. കുഞ്ഞുമോക്ക് എന്ത് കഥയാ വേണ്ടത്? അപ്പച്ചൻ കഥ പറഞ്ഞു തന്നാൽ മോള് വേദന ഉറങ്ങാമോ? എന്നാൽ കേട്ടോളൂ. പണ്ട് പണ്ട് വളരെ വളരെ ദൂരത്ത് 7 കടലിന് മക്കരെ വാൻകൂവർ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രാമത്തിൽ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. മോൻ ഉറങ്ങാതെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഹലോ, ഓ നീയാണോ നീലാമേ? അതെ, we are going to Kalachayam. No. എന്റെ ആകുമോ എന്തോ അറിയില്ല. നാട്ടിലെ ശീലമൊക്കെ എങ്ങനെ മാറാനാ? ഓ No. Such an old man. ഞങ്ങൾ ശ്രമിക്കുന്നു, അത്രമാത്രം. പറ്റിയില്ലെങ്കിൽ പറഞ്ഞു വിടും. നമ്മളൊക്കെ സ്റ്റാറ്റസിന്റെ ഒത്ത് നിൽക്കുമോ ആവോ? ഓ, ഒരു തനി കർഷകനാ. ഏത് സമയത്ത് ചെളിയും പിടിച്ച്
വിയർപ്പും നാറി ഒരു കിളവൻ. ഓ സഹിക്കാതിരിക്കാൻ പറ്റുമോ? ഹസിന്റെ അപ്പനായി പോയില്ലേ? പിന്നെ നീ എല്ലാവരും ഒന്ന് പറഞ്ഞേക്ക് അതിയാന്റെ അപ്പനെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, സീ യു, ബൈ. എന്റെ മനുഷ്യ ഒന്ന് വേഗം ആട്ടെ. നിങ്ങൾ എന്താ പെണ്ണ് കാണാൻ പോവാണോ? ഓ ദാ വരുന്നേ. Oh, yeah. That was really fun. Okay. I'm all right. Oh, no. You crazy? ഒന്ന് പതുക്കെ പറയടി, നിങ്ങൾക്ക് മാത്രം കേൾക്കാനും സംസാരിച്ചാലും പോരെ. എടോ ചാണ്ടിക്കുഞ്ഞേ, സമയം പോയി, ഒന്ന് വേഗം ഇറങ്ങ. ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. യെസ് ഹണി, ഐ ആം കമ്മിങ്. കുറച്ച് പൗഡറും കൂടി വന്നിട്ടോട്ടെ. Oh, I was waiting for that. I will call you in about 10 minutes. Okay? Oh. No. He is a loser. I don't want to talk to him. Who cares? Oh no, that was his problem. Idiot. What's your problem? I'm ready. We will go, honey. Give me the key, I'll be driving. Why are you guys so late? Sorry, Liz, what's up? Hey Liz, what's going on? Where's the music? It's okay. He is my friend. Hi, Lilikutti. How are you? ഇച്ചാൻ എന്ത് ചെയ്യും മോളെ? അവിടൊക്കെ എയർപോർട്ടിൽ അപ്പച്ചനെ കൊണ്ടുവരാൻ പോയിരിക്കുക. എന്നിട്ട് നീ എന്ത് ചെയ്യും? അല്ല, അത് പിന്നെ ഇവരൊക്കെ വന്നപ്പോ ഇവിടെ കുടിക്കാനൊന്നും ഇല്ലേ മോളെ? ഇച്ചാൻ എന്തോ വേണം. ഇവിടെ ഹോട്ടായിട്ട് തണുപ്പുള്ളൊന്നും ഇല്ലേടി? അതെന്താ ഇച്ചായ? നല്ല വിസ്കിയോ ബ്രാൻഡിയോ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി വെച്ചാൽ അച്ചായനെ തന്നിട്ട് വരാം. നിങ്ങളെന്താ പിള്ളേരെ ഇവിടെ? അത് ആന്റി പിന്നെ കമ്പൈൻ സ്റ്റഡിക്ക് വന്നതാ. എടി ലില്ലിയേ, ലില്ലി, ഇത് കണ്ടോ അപ്പ? ഇതാ ഇവളുടെ പരിപാടി. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അപ്പ തുടങ്ങും കൂട്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാം മോളെ, ഞാനുണ്ടല്ലോ ഇവിടെ. അതാ എനിക്ക് പേടി. ഇനിയൊന്നും പ്രസംഗിക്കാതെ അപ്പനും വല്ലതും കഴിക്കാൻ കൊടുക്കുക. ഇത്ര ദൂരം യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. നിന്റെയൊക്കെ പേരെന്താടി മക്കളെ? എന്റെ പേര് ലൂസിയാന. ഷോർട്ടായിട്ട് ലൂസ് എന്ന് വിളിക്കും. എടി ലില്ലിയേ, ലില്ലി, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തുതി. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അങ്ങനെ ശലോമിക്ക് ഒരു സമ്മാനം കിട്ടി. ചാണിച്ചായ മകൾ പിടിക്കുകയാണ് കേട്ടോ. അവർക്ക് ബൈബിളെല്ലാം നല്ലപോലെ അറിയാം. ഞാൻ കിട്ടിയ സമയത്ത് നല്ലപോലെ ഉപദേശിക്കുകയായിരുന്നു. അതിരിക്കട്ടെ, നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്? ഓ
പാസ്റ്റർ വന്നതായാലും നന്നായി. അപ്പനെ കാണാൻ പറ്റിയില്ലേ? യാത്ര സുഖമായിരുന്നു അപ്പച്ച. ഓ ലില്ലിക്കുഞ്ഞെ, നീ അങ്ങ് വളർന്ന് വലുതായല്ലോ മോളെ. കെട്ടിക്കാൻ പ്രായമായല്ലോ. ഓ അപ്പച്ച കളിയാക്കാതെ. ഓ ഇനി അപ്പച്ചനും കൂടി കൊഞ്ചിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. എന്റെ അപ്പച്ച, ഇവളെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. അപ്പച്ചൻ വേണം ഇവളെ ശരിയാക്കി എടുക്കാൻ. അപ്പ ഇതാ ഞങ്ങളുടെ പാസ്റ്റർ, വലിയ പ്രാസംഗികനാണ്. ഉപദേശി, പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്താ നിങ്ങൾ സംസാരിച്ചിരിക്കേ? നിന്നെ ഞാൻ എവിടെയാ കണ്ടിട്ടില്ലല്ലോ കൊച്ചനെ. ഉണ്ടാവും. ഞാൻ കേരളം മുഴുവൻ പ്രസംഗിച്ചിട്ടുള്ളതാ. അല്ല, അപ്പച്ചന്റെ സ്വന്തം നാടെവിടാ? ഓ ഇടുക്കിയിലാ, തങ്കമണി. അറിയോടാ കൊച്ചനെ? ഓ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ മാത്രം വരാൻ പറ്റിയിട്ടില്ല. നല്ല മുഖപരിചയം. നിന്റെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ വീട്ടുപേരെന്താടാ കൊച്ചനെ? ഓ വീട്ടുപേര് പറഞ്ഞാലൊന്നും അപ്പച്ചൻ അറിയില്ല. അത് വിട്. അപ്പച്ചന്റെ വിമാനയാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ എന്തോന്ന് യാത്ര. വിമാനത്തിലെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്നാ പറ്റി? ഓ ചുമ്മാ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയല്ലയോ, ഒന്നിനും സമ്മതിക്കാതെ. ഒന്ന് നേരെ ചൊവ്വയെ വെളുക്കിരിക്കാൻ കൂടെ പറ്റിയില്ല. എടാ സത്യം പറയടാ, നിന്റെ നാട് എവിടെയാ? നിനക്ക് എന്തായിരുന്നു നാട്ടിൽ പണി? അപ്പച്ചൻ ഇനി വന്നേ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അല്ലേലും ഒരു ദുഷ്ടശക്തിയെ മിക്കവാറും ഓടിക്കേണ്ടി വരും. ഞാനൊന്ന് കുളിക്കട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. അങ്ങനെ അങ്ങ് പോയാലോ? എടാ സത്യം പറഞ്ഞു, നീ ആ കോത്താഴത്തെ കോരയുടെ മകനല്ലേടാ? ആ കള്ള ലോട്ടറി കേസിൽ പിടിച്ച ലാലേഷ്. ലോട്ടറി വിൽപ്പന പോലുള്ള പ്രാർത്ഥന കേട്ടപ്പോഴേ എനിക്ക് സംശയം. അല്ലേലും എന്റെ കർത്താവേ, നീ ഇത് എങ്ങനെ ഇവിടെ വന്ന് പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ പൊന്നപ്പച്ച, ചതിക്കല്ലേ, ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇവിടെ ഇതാരും അറിയരുതേ. എടാ നിന്റെ ഈ അക്കരപ്പോക്കൻ ചക്കര തീറ്റ് ഇന്നോടെ നിർത്തിക്കോണം. എന്നാ നീ വേഗം വണ്ടി വിട്ടോ. എടാ നിന്റെ വേഷം കെട്ടി ഇനി ഇവിടെ ഇറക്കാൻ വരല്ലേ ലാലേഷൻ. നിന്റെ ലിവർ ഞാൻ ഒരു പറഞ്ഞേക്കാം. എന്നാ വണ്ടി പുറത്തേക്ക് പോട്ടെ പോട്ടെ പോട്ടെ. ഓ അപ്പച്ച പറയുന്ന പോലെ. ഇതോടുകൂടി വാൻകൂവറിലെ വയ്യാവേലിക്ക് ഒരിടവേള.